ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മല ഇറങ്ങുകയാണ്. ഇപ്രാവശ്യത്തെ ട്രക്കിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പൈൻമരക്കാടുകളോടും മഞ്ഞ മലകളോടും വിട പറയുകയാണ്. അപ്പോൾ ഇപ്പോഴും നാക്ക് ശരിയായിട്ടില്ല. രാവിലെ നന്നായിട്ട് മരവിച്ച് ഇരിക്കുകയായിരുന്നു. മഞ്ഞുമല കയറിയപ്പോൾ ടോപ്പ് സബ്മിറ്റ് ചെയ്തപ്പോൾ തണുത്ത കാറ്റ്, പിന്നെ വായിലൂടെ ശ്വാസം എടുക്കേണ്ടി വന്നു. കാരണം ഓക്സിജൻ ഡെഫിഷ്യൻസി അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നാക്ക് മരവിച്ച് പോയി. ഇപ്പോഴും സംസാരം വേണ്ടത്ര ശരിയായിട്ടില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കേദാർകന്ത എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഒരു മഞ്ഞുമലയാണ് കയറിയത്. അത് വലിപ്പം കൊണ്ട് വലിയ ഇത് എന്നൊന്നും പറഞ്ഞുകൂടാ. കാരണം ഇതിനേക്കാളും ഹൈറ്റുള്ള മലകൾ ഞാൻ കയറിയിട്ടുണ്ട്. ഏകദേശം 3500 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള ഒരു മലയാണ് ഇത്. അപ്പോൾ ഇതിനേക്കാളും ഉയരമുള്ള പല മലകളും ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു മല കയറുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സമ്മിറ്റ് ചെയ്തിട്ട് സൂര്യ ഉദയം ആദ്യമായിട്ട് മലയുടെ ടോപ്പിൽ ചെന്നിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ്. അതിനുവേണ്ടി കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ ടീം തന്നെ കുറച്ച് റിസ്ക് എടുത്തു. രാത്രി 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കയറിയിട്ട് ടോപ്പിലെത്തി. കൃത്യം 6:30 ടോപ്പിലെത്തി. 6:40 സൺറൈസ് കണ്ടു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒരു മലയുടെ ടോപ്പിൽ നിന്ന് സൂര്യ ഉദയം കാണുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പം എന്തുകൊണ്ടും ഓർമ്മിക്കുന്ന ഒരു ഇതായിരുന്നു. റിസ്ക്കും ഉണ്ടായിരുന്നു, നല്ല റിസ്ക്കും ഉണ്ടായിരുന്നു, നല്ല ടഫായിരുന്നു ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അവസാനത്തെ ദിവസം, ഇന്നത്തെ ദിവസം ഭയങ്കര കടുത്ത കയറ്റം തന്നെയായിരുന്നു. ശരിക്കും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു, നമ്മുടെ ശരീരത്തിനൊരു വെല്ലുവിളി തന്നെയായിരുന്നു ആ ട്രക്കിംഗ് എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് മല ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ അത് കാണുക. അതുപോലെ എന്തുകൊണ്ട് ഞാൻ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ഏജ് യങ് എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക. അങ്ങനെ പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കാൻ എങ്ങനെയൊക്കെ ട്രക്കിംഗ് സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഒന്ന് കാണുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.